അറബി പെണ്ണുണ്ടായിരുന്നു, പേര് ആമിന എന്ന് പറയുന്നതായ ഒരു അറബി പെണ്ണുണ്ടായിരുന്നു. വഹബിന്റെ മകൾ ആമിന എന്നവർ. അതിസുന്ദരനായ, കാണാൻ അഴകുള്ളതായ, കാണാൻ നല്ല സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനായിരുന്നു. എന്താണ്? ഹബീബായ പ്രവാചകന്റെ പിതാവായ അബ്ദുള്ള എന്നവർ. അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ, അവിടുത്തെ പിതാവ് ഏറെ ഭംഗിയുള്ളവരായിരുന്നു എന്ന് ചരിത്രം പറയാൻ. ഏത് പെണ്ണ് കണ്ടാലും നോക്കിപ്പോകും, അങ്ങനൊക്കെ പറയില്ല നമ്മള്. അത്ര സൗന്ദര്യത്തിന്റെ ഒരു അവകാശിയായിരുന്നു ഈ പറയുന്നത് പോലെ അബ്ദുള്ള എന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിതാവ്, അവിടുത്തെ ശറഫാക്കപ്പെട്ടതായ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നുള്ളവരായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മക്കയിൽ തന്നെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ പറഞ്ഞതുപോലെ തന്റെ പൊന്നാര മകന്റെ മുഖമൊന്നു കാണാൻ ഭാഗ്യം കിട്ടാത്തതായ ഒരു പിതാവുമാണ് ഈ പറയുന്നത് പോലെ അബ്ദുള്ള എന്ന് പറയുന്നതായ ഒരു മഹത്തായ ഒരു വ്യക്തിയായ അബ്ദുള്ള എന്നവർ. പിന്നെ പ്രവാചകൻ തന്റെ പൊന്നുമകനായ നബി തങ്ങളുടെ മുഖം ആര് കണ്ടിട്ടില്ല? അബ്ദുള്ള എന്നവർ കണ്ടിട്ടില്ല. നാളെ മഹ്ശറിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂലിന്റെ പവിത്രമായ പ്രൗഢോജ്വലിക്കുന്നതായ സൂര്യനേക്കാൾ വെല്ലുന്നതായ അതിമനോഹരമായ, എഴുതിയാൽ തീരാത്തതായ, കേട്ടാൽ കേൾവി ശക്തിക്ക് പോലും വിറച്ചു നിൽക്കുന്നതായ അതിമനോഹരമായ സൗന്ദര്യത്തിന്റെ ആ മുഖം അല്ലാഹു നാളെ ആഖിറത്തിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഈ പറയുന്നത് പോലെ മഹദിയായ ആമിന എന്നുള്ളവർ, അറബി പെണ്ണായ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ എന്നുള്ളവർ പ്രസവത്തിനോടടുക്കുകയാണ്, പ്രസവ സമയത്തിനോടടുക്കുകയാണ്. തന്റെ ഗർഭത്തിൽ വളരുന്നതായ കുഞ്ഞിന് ജന്മം നൽകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോ, ഇന്നേ ദിവസം ഞായറാഴ്ചയാണ് സഹോദരന്മാരെ. അതേപോലെ ഇന്നേ ദിവസം ഞായറാഴ്ചയായതുപോലെ മക്ക നഗരത്തിൽ ഇതേപോലെ ഒരു ഞായറാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതാ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അല്ലാഹുവിന്റെ അംലാക്കുകൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി എന്നവർ ഗർഭം ധരിച്ചതാ 10 മാസമല്ല സമയമാകുമ്പോ, എന്റെ പെങ്ങളെ, ഇതുപോലെ ഒരു ഞായറാഴ്ച ദിവസം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതാ വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ അംലാക്കുകൾ ഇറങ്ങി വരികയാണ്. ആമിന ബീവി അറിഞ്ഞിരുന്നില്ല എന്റെ ഉദരത്തിൽ വളർന്നത് പ്രവാചകനാണെന്ന്. ആമിന ബീവി അറിഞ്ഞിരുന്നില്ല എന്റെ ഉദരത്തിൽ ഇതാ ജന്മമെടുക്കുന്നത് ഈ ലോകത്തിന്റെ അനുഗ്രഹമാണെന്ന്. ആമിന ബീവി അറിഞ്ഞിരുന്നില്ല എന്റെ ഉദരത്തിൽ അതാ ജന്മമെടുക്കാൻ പോകുന്നത് ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ പറുദീസയാണെന്ന്. എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങളാ യഥാർത്ഥ സ്നേഹം കാണണമെങ്കിൽ മദീനയെ ഇഷ്ടപ്പെടണം. ഈ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോ സമയം നമുക്കില്ല. ഇന്ന് ജനനം പറയും, ഇൻഷാ അല്ലാഹ് അടുത്തയാഴ്ച തിങ്കളാഴ്ച വഫാത്ത് പറയുമ്പോ എന്റെ പെങ്ങളെ, എല്ലാ ശ്രദ്ധകളും നമുക്ക് ഇങ്ങോട്ട് മതി. എല്ലാ ശ്രദ്ധകളും നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ പരിശുദ്ധമായ ഖുർആൻ ക്ലാസ്സിൽ വരട്ടെ. അല്ലാഹുവേ, ഈമാൻ നൽകണേ വിനീതന്റെ ഹുബ്ബുർ റസൂലിന്റെ പ്രഭാഷണങ്ങൾ വിവിധമായ വേദികളിൽ നടക്കുമ്പോ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഹുബ്ബുൻ നബി പറയാനാണ്, ഹുബ്ബുർ റസൂൽ പറയാനാണ്. ആശിഖീങ്ങളുടെ വികാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നീട്ടുന്നില്ല. എന്റെ പെങ്ങളെ, മക്കയിലതാ ആമിന ബീവി ഇതുപോലെ ഞായറാഴ്ച ദിവസം മഗ്രിബ് നിസ്കാരത്തിനോട് ആ സമയം അടുക്കുമ്പോ ഗർഭത്തിന്റെ വേദന എടുക്കുകയാണ്, പ്രസവ വേദന എടുക്കുകയാണ്. പ്രസവത്തിന്റെ വേദന അതാ വെമ്പൽ കൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരെയാണ്
പ്രസവിക്കാൻ പോകുന്നത്. ആരുടെ പ്രകാശത്തെയാണോ ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു എഴുതി വെച്ചത്? അള്ളാഹു ഏകനാണ്. അള്ളാഹു ആരുടെ പേരാണോ എഴുതി വെച്ചത് അതേ പേരിൻ്റെതായ ഉടമസ്ഥനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഏതൊരു പ്രകാശത്തിന്റെ പേരിനെയാണോ അള്ളാഹു വാനലോകത്ത് എഴുതി വെച്ചത്, എന്റെ പെങ്ങളെ, അതേ പേരിന്റെ ഉടമസ്ഥനെ അതാ സൃഷ്ടിക്കാൻ പോകുകയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞയുടനുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞതിനുടനുണ്ടല്ലോ, അള്ളാഹുവിന്റെ അംലാക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ബീബി ആമിന, അറബി പെണ്ണായ ആമിന, വഹബിന്റെ മകളായ ആമിന, ആ ആമിനായുടെ പ്രസവത്തിന് സാക്ഷി നിൽക്കാൻ, ആമിന ബീവിയുടെ പ്രസവത്തിന് അതാ കൗതുകകരമായ രീതിയിലുള്ളതായ പ്രസവത്തിന് സാക്ഷി നിൽക്കുവാൻ സഹോദരങ്ങളെ അംലാക്കുകൾ ഇറങ്ങി വരികയാണ്. അതിന് നേതൃത്വം വഹിച്ചത് ആരെന്നറിയുമോ? ആ പ്രസവമെടുക്കുവാൻ നേതൃത്വം വഹിച്ചത് ആരെന്നറിയുമോ? ആ പ്രസവമെടുക്കുവാൻ നേതൃത്വം വഹിച്ച ആളുടെ പേരറിയുമോ? ആമിന ബീവിയുടെ പ്രസവമെടുക്കുവാൻ നേതൃത്വം വഹിച്ച ആളുടെ പേരറിയുമോ? എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, ആമിന എന്ന് പറയുന്നതായ അറബിയായ പെണ്ണിൻ്റെതായ പ്രസവമെടുക്കുവാൻ നേതൃത്വം വഹിച്ച ആളുടെ പേരാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ പറയുന്നത് പോലെ ഗ്രാമമായ പട്ടണമായ മക്കയുടെ അതിർവരമ്പുകളില് അള്ളാഹുവിന്റെ പട്ടാളം പോലെ മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സേനാധിപതി ഇന്ത്യ രാജ്യം തന്നെ എടുക്കണം, ഇവിടുത്തെ പ്രധാനമന്ത്രി വരികയാണെന്ന് പറഞ്ഞാൽ എത്ര പട്ടാളക്കാരുണ്ടാകാം? ആ പട്ടാളമൊന്നും പട്ടാളമല്ല, എണ്ണമില്ല, ലക്ഷമില്ല, കോടിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെതായ ജന്മമെടുക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് എണ്ണമില്ല സഹോദരാ. നിങ്ങൾക്കറിയുമോ, അങ്ങനെ ഞായറാഴ്ച ദിവസം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാണ് പ്രസവത്തിന്റെ വേദന ഉണ്ടാകുന്നത്. സംശയങ്ങളുണ്ടാകാം, കീലകൾ ഉണ്ടാകാം, ചരിത്രത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബഹുലമായ ചരിത്രമാണ്, പ്രശസ്തമായ ചരിത്രമാണ് പറയുന്നത്. ഇങ്ങനെ രാത്രിയോട് പ്രസവത്തിനോട് മല്ലടിക്കുന്നതായ ഉമ്മ ആമിന, ആ ഉമ്മ അറിയുന്നില്ല എന്റെ വയറ്റിൽ നിന്ന് വയറിന്റെ പുറത്ത് വരാൻ പോകുന്നത് അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സമാനേ സമാനാ തുമാരേ ലിയേ, മക്കാനാ മക്കാനാ തുമാരേ ലിയേ. എല്ലാം അവിടത്തേക്ക് വേണ്ടിയാണ് അള്ളാഹു പടച്ചത്. ഈ കാണുന്ന ലോകമെല്ലാം അവിടത്തേക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു പടച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, അങ്ങനെ അതാ രാത്രി കഴിഞ്ഞു, ഇശാഇന്റെ സമയം കഴിഞ്ഞു, രാത്രി പാതിരാത്രി 12 മണിയോളം കഴിഞ്ഞു. ആ പ്രസവത്തിനോടടുക്കുന്നതായ ആമിന എന്ന് പറയുന്നതായ അറബി പെണ്ണിൻ്റെതായ ഉദരത്തിൽ നിന്നും അതാ അള്ളാഹുവിന്റെ തഖ്ദീറത നടക്കാൻ പോകുകയാണ്. സുബഹി നമസ്കാരത്തിനോടടുത്ത സമയം, ആ പ്രഭാതത്തിന്റെ വെൺപുലരി അന്ന് ഉദിച്ചത് പ്രത്യേകമായ ഒരു ശോഭയുമായിട്ടാണ്. അന്നേ ദിവസം തിങ്കളാഴ്ച, അതേ പെങ്ങളെ തിങ്കളാഴ്ച തന്നെയാണ്. സംശയങ്ങളുണ്ട്, എന്നാലും പ്രബലമായ അഭിപ്രായം തിങ്കളാഴ്ചയതാ സുബഹിന്റെ സമയം ഉദിച്ചത് ഒരു പ്രത്യേകമായ പ്രകാശത്തോടെയാണ്. ആ പ്രത്യേകമായ പ്രകാശത്തിന്റെ നടുവിലൂടെ അതാ യതീമായ വാപ്പയില്ലാതെ ജനിക്കുന്നതായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് കരയാത്തത്? ആരാണ് ഉള്ളിൽ സങ്കടമില്ലാതെ ഈ കഥ കേൾക്കുന്നത്?
നൽകുന്നത് എന്റെ പെങ്ങളെ. ജനിച്ചപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു വാപ്പയില്ല, യതീമാണ്, അനാഥനാണ്. പക്ഷേ എന്റെ പെങ്ങളെ, എന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിലെത്തിയ സഹോദരാ, തിങ്കളാഴ്ചയതാ പുണ്യപ്രവാചകന്റെ ഭൗതികമായ ശരീരം ഈ ദുനിയാവിലോട്ടതാ അടർന്നു വീഴുകയാണ്. സുബ്ഹാനല്ലാഹ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. അദാ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു. എന്റെ പെങ്ങളെ, മൗലൂദിൽ പറയുന്നത് അല്ലാഹു ഏകനാണെന്നാണ്, അല്ലാഹു ആരാധനയ്ക്ക് അർഹനാണ് മാത്രമെന്നാണ്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളല്ലേ മൗലൂദിൽ പാരായണം ചെയ്തത്. വിമർശിക്കല്ലേ മുഅ്മിനീങ്ങളെ, വിമർശിക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അതെ, തിങ്കളാഴ്ച ദിവസം പുണ്യപ്രവാചകൻ അതാ ജനിച്ചു വീഴുകയാണ്. സല്ലല്ലാഹു അലൈഹി वसल्लम खुदा का नाम लिख देना, नबी का नाम लिख देना. അങ്ങനെ ദിവസങ്ങൾ മാറി. അന്നാം നാട്ടു നടപ്പിലൊരു നിയമമുണ്ട്, അന്ന് മക്കയിൽ ഒരു നിയമമുണ്ട്. പട്ടണത്തിൽ ജനിക്കുന്നതായ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പട്ടണത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ 5 മാസമേ ആ ഉമ്മ മുലയൂട്ടുകയുള്ളൂ. അവിടെ കഥയുണ്ട്. 5 മാസമേ ആ പട്ടണത്തിൽ ജനിച്ചതായ മക്കൾക്ക് മുലയിട്ടു. 5 മാസം കഴിഞ്ഞ് എങ്ങോട്ട് പറയും, ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് എന്ത് ചെയ്യും, ഈ കുട്ടി എടുത്തോണ്ട് പോകും. എന്തിനാണ്? ഈ ഗ്രാമത്തിൻ്റെതായ ആ ഒരു ആസ്വാദകരമായ വായു ആസ്വദിക്കുവാൻ, അതിന്റെ പ്രപഞ്ചത്തിൻ്റെതായ യഥാർത്ഥമായ സന്തുലിത അവസ്ഥകളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അന്ന് മക്കയിൽ ഒരു ആചാരാണ്. 5 മാസങ്ങൾ കഴിഞ്ഞാൽ, 5 മാസങ്ങൾ വഴിമാറിയാൽ ഇങ്ങനെ പിന്നെ മുലയൂട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ വരുമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾ വരും. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 മാസം കഴിഞ്ഞു. ആമിന ബീവി എന്ന് പറയുന്നതായ മഹൽ വ്യക്തി, മഹത്തായ വനിതകളുടെ ആ വനിതാ നേതൃത്വത്തിന്റെ അവകാശി ആമിന ബീവി റളിയല്ലാഹു തആല 5 മാസം കാമിലായി, പൂർത്തിയായി. അപ്പോ വിളംബരം ചെയ്തു, മക്കയിൽ ഇന്ന കുട്ടികളുണ്ട്. അങ്ങനെയാണല്ലോ വിളംബരം ചെയ്യും. നോട്ടീസ് കൊടുക്കും പോലെ ഒരു പരിപാടി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന്റെ ചാർട്ട് ചെയ്യുമ്പോൾ അതിൽ നോട്ടീസ് ഒക്കെ എഴുതും. അതേപോലെ വിളംബരം ചെയ്യും, ഇത്ര കുട്ടികളുണ്ട് മക്കയിൽ, പട്ടണത്തിൽ ഇത്ര കുട്ടികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും വരണം, ഗ്രാമത്തിൽ നിന്ന് ആളുകളൊക്കെ വരണം എന്ന് വിളംബരം ചെയ്യും. സ്വാഭാവികമാണ്. അങ്ങനെ എന്ത് ചെയ്യും, ഗ്രാമത്തിൽ നിന്നും ഈ പറയുന്നത് പോലെ കുടുംബസമേതം വരികയും ഒരു അവരെന്ത് ചെയ്യും, ഇങ്ങനെ വന്ന് പിന്നെ ഈ പറയുന്നത് പോലെ കുട്ടികൾ എടുത്തോണ്ട് പോകും. ശ്രദ്ധിക്കണം, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതിനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ വീട് വളരെ ചെറിയ വീടാണ്. വളരെ പിന്നെ ഓൾറെഡി തന്നെ നമുക്ക് നേരെ പറഞ്ഞ് വാപ്പയില്ല. പിന്നെ വളരെ വിഷമത്തിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോ, പൈസ വളരെ സാമ്പത്തിക കുറവാണ്, പിതാക്കന്മാർക്ക് വളരെ സമ്പത്തുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ, പരസ്യമായി ലാഹിറം നോക്കുമ്പോൾ സാമ്പത്തികം കുറഞ്ഞവരാണ് ഈ പറയുന്നത് പോലെ ആമിന ബീവി എന്നുള്ളതായ മഹത്തായ വനിത. ഞാൻ അപ്പോഴും അറിയുന്നില്ല, ആ ആമിന ഉമ്മ അപ്പോഴും അറിയുന്നില്ല ഇതൊരു പ്രവാചകന്റെ സൃഷ്ടിപ്പാണ് എന്ന്. എന്റെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത് ലോകത്തിന്റെ കിടാവിളക്കാണ്. സത്യവാചകത്തെ സത്യവാന്മാർക്ക് മുന്നിൽ സത്യസമക്ഷം സമർപ്പിക്കുവാൻ സമൂഹ സാക്ഷ്യം വഹിച്ച സാരഥിയാണ് എന്റെ വയറ്റിൽ നിന്നും വരുന്നത്. അപ്പോഴും ആ ഉമ്മ അറിയുന്നില്ല, ആ സത്യം അറിയുന്നില്ല. അങ്ങനെ 5 മാസം കാമിലായി, പൂർത്തിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വിളംബരം ചെയ്യും. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. സമ്പത്തുള്ളവന്റെ കുട്ടികളുണ്ടായിരുന്നു, സമ്പത്തില്ലാത്തവന്റെ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പ്രമാണിമാരൊക്കെ വന്നു. പിന്നെ ഗ്രാമത്തിൽ നിന്ന് ആളുകളൊക്കെ വന്നു, പല കുട്ടികളെ എടുത്തോണ്ട് പോയി. പിന്നെ എന്താണ്, കുട്ടികൾ എടുക്കാൻ പോകുമ്പോ പൈസ ചോദിക്കും, ഇത്ര രൂപയാണ്.
ഇത്ര മാസം മുലയോട്ടുന്നത് ഇത്ര രൂപയാണ് എന്നൊക്കെ നമ്മൾ കച്ചവടം ചെയ്യും പോലെ അന്നും സമ്പത്ത് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, സമ്പത്തിന്റെ വ്യവസ്ഥകളൊക്കെ പറഞ്ഞ് അവര് എന്താണ് ലേലൊക്കെ ഉറപ്പിച്ച് ഡീൽ ഉറപ്പിച്ച് കുട്ടികളെടുത്ത് കൈമാറും. ഇത്ര മാസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരും. അങ്ങനെയുള്ള രീതിയിലുള്ളതായ കരാറൊക്കെ അവർ തമ്മിൽ പൂർത്തിയാക്കി എന്താ പറയാ പിന്നെ പുറത്തു പോകും. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഈ പറയുന്നത് പോലെ അതാ അവസാനമായ ഒരു മുടന്തൻ ഒട്ടകവുമായി കടന്നു വരികയാണ്. എന്റെ ഒട്ടകത്തിന്റെ കാലുകൾക്ക് ബലക്ഷയം കൊണ്ടതുകൊണ്ട്, ബലക്കുറവുള്ളത് കൊണ്ട് ഒട്ടകം ഒരു സ്ഥലത്തിരുന്നു പോയി. ആ ഒട്ടകത്തിന്റെ അവകാശിയുടെ പേരാണ് ഹലീമത്തു സഅദിയ. അവസാനം വന്ന ഒരു പെണ്ണിന്റെ പേരാണ് ഹലീമ. അങ്ങനെ ഹലീമ എന്നവര് ഹലീമയും ഉണ്ടായിരുന്നു, ഹലീമ ബീബിയും അവിടുത്തെ ഭർത്താവും ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ ഒട്ടകമൊന്ന് മുട്ടുകുത്തിയിരുന്നു. എല്ലാവരും കടന്നുപോയി, എല്ലാവരും കുട്ടിയെയും എടുത്ത് കടന്നുപോയി. ഹലീമ ബീവിയും ഭർത്താവും അവസാനമായി കടന്നു വന്നത്. നാട്ടുകാര് പറഞ്ഞു, അല്ലയോ ഹലീമ, അല്ലയോ ഹലീമ, ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുണ്ട്, ഒന്നും കിട്ടൂല, പൈസയൊന്നുമില്ല, ആലോചിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ മുലകൂട്ടുവാൻ ഒരു കുട്ടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഉമ്മായുടെ പേര് ആമിന എന്നാണ്. ഹലീമത്തു സഅദിയ എന്ന് പറയുന്നതായ അറബി പെണ്ണുണ്ടല്ലോ, ആ മുലയൂട്ടാൻ തയ്യാറായി വന്ന പെണ്ണുണ്ടല്ലോ, ആ ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് അതാ ആമിന ബീവിയുടെ വസതിയിലോട്ട് പോകുകയാണ്. ആമിനാന്റെ വസതിയിലോട്ട് കടന്നു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം പോയിട്ട് ആമിന ബീവിയോട് അനുവാദം ചോദിച്ചിട്ട് കുട്ടിയെ നോക്കാൻ വേണ്ടി അകത്തു കയറി. എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് ആ ഭർത്താവിനോട് പറഞ്ഞത് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട, ഒന്നും കിട്ടാനില്ല, സമ്പത്തില്ലാത്തവരാണ്, പൈസ ഇല്ലാത്തവരാണ്. അങ്ങനാണ്. പിന്നെ സമ്പത്തുള്ളവനെ കാണുമ്പോ നല്ലൊരു ചിരി, സമ്പത്തില്ലാത്തവനെ കാണുമ്പോ കണ്ടതിന്റെ പേരൊരു ചിരി. അങ്ങനെയാണല്ലോ. സമ്പത്തുള്ളവനെയും സമ്പത്തില്ലാത്തവനെയും വേർതിരിച്ച് കാണുന്നതായ കാലഘട്ടത്തിന്റെ നടുവിലൂടെ മുന്നോട്ട് പോകുമ്പോ അന്ന് ആമിന ബീവിയുടെ വീട്ടിലോട്ട് ആദ്യം കയറിയ ഹലീമത്തു സഅദിയ എന്ന് പറയുന്നതായ മഹദി അവർകൾ തിരിച്ചിറങ്ങി. അല്ല, നമുക്ക് വേണോ, പൈസ ഇല്ല, ഒന്നും കിട്ടൂല, പിന്നെ അൽമാല്, പിന്നെ ലാമാൽ ലാഫുൽ കീസ് എന്നൊക്കെ പറഞ്ഞ് യാതൊരു രക്ഷയില്ല, ലാ ഫായിദ, ഒരു ഉപയോഗമില്ല. ഭർത്താവ് പറഞ്ഞു, ലാലിമ എന്തായാലും വന്നതല്ലേ, നമ്മൾ ഇത്രയും ദൂരം എന്തായാലും വന്നു, നമ്മൾ ഇത്രയും ഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ, നമുക്ക് ഈ പറയുന്നത് പോലെ ആരെയും കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ മോശം പറയും, ആരെയും കിട്ടിയില്ലെങ്കിൽ എന്തു പറയും, ആൾക്കാരെന്തെയും പറയും, നമുക്ക് എന്തായാലും എടുക്കാം എന്നുള്ളതായ രീതിയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ വേദനയോടുകൂടെ കേൾക്കണം. ഇത് എന്റെയും നിങ്ങളുടെയും പ്രവാചകന്റെതായ കഥയാണ്, പ്രവാചകന്റെതായ ജീവിതത്തിൻ്റെതായ, ഒരിക്കലും ഒരു ചരിത്രങ്ങൾക്കും വെട്ടിക്കുറയ്ക്കാൻ സാധിക്കാത്തതായ, ഒരു ചരിത്രത്തിനും ഉന്മൂലനം ചെയ്യാൻ സാധിക്കാത്തതായ സത്യാവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ സഹോദരങ്ങളെ, ഹലീമത്തു സഅദിയ അഭിനടുക്കല്ലേ, അങ്ങനെ ആമിന ബീവിയുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോവാൻ. ആമിന ബീവിയുടെ വീട്ടിന്റെ ഉള്ളിൽ വീണ്ടും കയറി. ആമിന ബീവിയുടെ വീട്ടിന്റെ ഉള്ളിൽ വീണ്ടും കയറി ഹലീമത്തു സഅദിയ. എന്നിട്ട് പറഞ്ഞു, നമ്മളെ കുട്ടിയെ കൊണ്ടുപോട്ടെ, കുട്ടിയെ കൊണ്ടുപോവാണ് യാത്ര പറഞ്ഞു. അപ്പൊ ആമിന ബീവി പറഞ്ഞു, അല്ല, 5 ദിവസം മുന്നേ എന്റെ ശ്രവണപഥത്തിലോട്ട് ആരോ വന്ന് പറയുകയാണ്, എന്റെ ശ്രവണപഥത്തിലോട്ട്, എന്റെ കാതുകളിലോട്ട് ആരോ വന്ന് പറയുകയാണ്, ബനൂ സായിബ്, ബനൂ സഖീഫ്, ഈ 2 ഗോത്രങ്ങളിൽ ആരുടെയെങ്കിലും പക്കൽ മാത്രമേ ഈ കുട്ടിയെ ഏൽപ്പിക്കാൻ പാടുള്ളൂ, അല്ലാതെ ആര് വന്നാലും ഈ കുട്ടിയെ കൊടുക്കല്ല. ബനൂ സായിബിൽ നിന്നാലോ അല്ല ബനൂ സഖീഫിൽ നിന്നുമാലോ ആരെങ്കിലും വന്നാൽ മാത്രമേ ഈ കുട്ടിയെ നിങ്ങൾ പാലൂട്ടാൻ മുലയൂട്ടാൻ കൊടുക്കാൻ പാടുള്ളൂ,
5 ദിവസം മുന്നേ എന്റെ ശ്രവണപദങ്ങളിലോട്ട് നിരന്തരമായി അടിച്ചു വീശുന്ന ഒരു കാറ്റാണ് എന്റെ പെങ്ങളെ. 116ാമത്തെ ഖുർആനിന്റെ ക്ലാസ്സിൽ വന്നതായ ഈ റബീഉ വസന്തത്തിൽ വന്നതായ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ കൈക്കുഞ്ഞാണ്. പ്രകാശിക്കുന്നതായ വൻഗോപുരമായി മാറാൻ സാധ്യതയുള്ളതായ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നീട്ടിപ്പറയുന്നില്ല സമയക്കുറവ് മൂലം. അങ്ങനെ അതാ ഹലീമത്തു സഅദിയ ആമിന ബീവിയോട് പറയുകയാണ്, ആമിന, ഇതെന്തോ അത്ഭുതമാണ്, ഇത് എന്തോ അത്ഭുതമാണ്. ഞാനാണെങ്കിലോ ബനൂ സായിബിൽ പെട്ടവരാണ്, എന്റെ ഭർത്താവാണെങ്കിലോ ബനൂ സഖീഫിൽ പെട്ടവരുമാണ്. അങ്ങ് പറഞ്ഞതുപോലെ 2 ഗോത്രങ്ങളും ചേർന്നതാണ് നമ്മുടെ ദാമ്പത്തിക ജീവിതം. അതേ, ഈ കുട്ടിയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നാഥൻ കരുതി വെച്ചതുപോലെയായി. അങ്ങനെ ഒരുപാട് യാത്ര പറയാൻ നിൽക്കാതെ അദ്ദേഹത്തിന്റെ ഹലീമത്തു സഅദിയുടെ ഭർത്താവ് പറഞ്ഞു, ഇനി കൂടുതൽ പ്രസംഗിക്കാൻ നിൽക്കണ്ട, ഇനി കൂടുതൽ നീ വിളംബരം ചെയ്യാൻ നിൽക്കണ്ട. ഇതെന്തോ ഒരു അത്ഭുതത്തിന്റെ കുട്ടിയാണ്, അത്ഭുതത്തിന്റെ ശിശുവാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. എടുത്തോ, നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. സഹോദരങ്ങളെ, കിട്ടിയതായ അത്ഭുതത്തിന്റെ കനികളുമായി അതാ വന്നപ്പോ ഒട്ടകത്തിന്റെ കാലിന് എന്തോ ഒരു കുറവായിരുന്നു. വന്നപ്പോ ഒട്ടകത്തിന്റെ കാലിന് എന്തോ ഒരു കുറവായിരുന്നു. വന്നപ്പോ ഒട്ടകത്തിന്റെ കാലിന് ബലക്കുറവായിരുന്നു. ഹലീമത്തു സഅദി കുട്ടിയെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനാഥാ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ പുറത്തോട്ട് കയറേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് കൈക്കുഞ്ഞാണ്. ആ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ടതാ ഒട്ടകത്തിന്റെ പുറത്തേട്ട് കയറേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, ഒട്ടകം എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ തന്റെ കാലിന് കുഴപ്പമില്ല, തന്റെ കാലിന് കുറവില്ല, തന്റെ കാലിന് ബലക്ഷയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുത കുട്ടി എന്ന് പറയുന്നതായ മാന്ത്രിക ബാലനെ ആ ഒട്ടകത്തിന്റെ പുറത്തോട്ട് കയറ്റേണ്ട താമസം. എന്റെ പെങ്ങളെ, എത്രയോ വേഗത്തിൽ കുതിക്കുകയാണ്, എത്രയോ വേഗത്തിൽ കുതിക്കുകയാണ് ആ ഒട്ടകമുണ്ടല്ലോ. ഹലീമത്തു സഅദിയയുടെ ഒട്ടകം എത്രയോ വേഗത്തിൽ അതാ കുതിക്കുകയാണ്. ആ ഒട്ടകം അങ്ങോട്ട് അതീവ വേഗതയിൽ ഈ പറയുന്നത് പോലെ ഗ്രാമത്തിൽ നിന്ന്, ആ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലുള്ളതായ ഒരു പാവപ്പെട്ടതായ തന്റെ വീട്ടിന്റെ അടുക്കളയിൽ എത്രയോ ദിവസമായി നല്ല ഭക്ഷണം വെച്ചിട്ട്, എത്രയോ ദിവസമായി നല്ല ഭക്ഷണം വെച്ചിട്ട്, പക്ഷേ ഈ മുഹമ്മദ് എന്ന് പറയുന്നതായ അത്ഭുത ബാലന്റെ വരവോടുകൂടെ തന്റെ വീടിന്റെ അടുക്കളയിൽ എല്ലാ ദിവസവും അതാ പുകയുണ്ടാകുകയാണ്. എല്ലാ ദിവസവും പാത്രങ്ങൾക്ക് വിശ്രമമില്ല. തന്റെ വീട്ടിന്റെ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും അതാ പ്രവർത്തിക്കുകയാണ്. എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, റബീഉൽ അവ്വലിന്റെ പിരിവുമായി നമ്മുടെ വീട്ടിൽ അതിന്റെ കളക്ഷനുമായി പരിപാലകര് വരുമ്പോ തന്റെ അരമനയിലാണെങ്കിലോ ആയിരക്കണക്കിന് നോട്ടുകളുണ്ട്. 50 രൂപ എടുത്തു കൊടുക്കുന്നവർ ശ്രദ്ധിക്കണേ. തന്റെ അടുക്കളയിലാണെങ്കിലോ തന്റെ പേഴ്സിലാണെങ്കിലോ ഒരുപാട് പൈസയുണ്ട്. കുട്ടികൾക്ക് സമ്മാനം വാങ്ങാൻ വേണ്ടി, ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, ഇവിടെ റബീഉൽ അവ്വലിന്റെ പരിപാടി നടത്താൻ വേണ്ടി ഇതിന്റെ സംഘാടകര് വരുമ്പോ എന്തിനാണ് റബീഉൽ അവ്വൽ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്ന ചോദ്യത്തോട് അതീവ പുച്ഛത്തോടെ കാണുന്ന സഹോദരാ, ഇതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയോ? ഇതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയോ? ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ കഴിയുന്നത്? ഹലീമത്തു സഅദിയയെ പോലെയാകാൻ കഴിയോ? ഹലീമ
ഹലീമത്തു സാദിയാന്റെ ഭർത്താവിനെ പോലെയാകാൻ കഴിയോ? എന്റെ പെങ്ങളെ, അവസരങ്ങളെ പാഴാക്കല്ല. അവസരങ്ങളെ നിങ്ങൾ പാഴാക്കി കളയല്ലേ. ആര് പാഴാക്കിയാലും ഈ ഖുർആനിന്റെ ക്ലാസ്സിലുള്ളതായ ആരും തന്നെ നിങ്ങൾ പാഴാക്കല്ലേ മോമിനെ. മദീന കണ്ടവർ കരഞ്ഞു പോകും. 24 മണിക്കൂറും ആ റൗളാ സിയാറത്ത്, 24 മണിക്കൂറും പുണ്യ പ്രവാചകന്റെ അടുത്ത ആളുണ്ട്. 24 മണിക്കൂറും പുണ്യ പ്രവാചകനോട് സലാം പറയാ മുഅ്മിനീങ്ങൾ വിതുമ്പുകയാണ്. 24 മണിക്കൂറും പുണ്യ പ്രവാചകന്റെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. ടോക്കൺ എടുത്തുകൊണ്ട് തല്ലുകൂടുകയാണ്. ടോക്കൺ എടുത്തുകൊണ്ട് ധൃതിയിൽ മുഅ്മിനീങ്ങൾ സമയക്രമം തെറ്റാതെ ക്യൂ നിൽക്കുന്ന അവസ്ഥയല്ലേ അവിടെ കാണാൻ കഴിയുന്നത്. എത്ര വലിയ നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ വീടിലതാ ഉണങ്ങി നിൽക്കുന്നതായ വൃക്ഷത്തെടികളുണ്ടല്ലോ, അത് ഫലപുഷ്ടിയാകുകയാണ്. അത് വളരാൻ തുടങ്ങി പെങ്ങളെ, അതാ വളരാൻ തുടങ്ങി. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഹലീമത്തു സാദിയയുടെ വീട്ടിൽ എത്രയോ അത്ഭുതങ്ങൾ കാണാൻ കഴിയുകയാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ലോകത്തിന്റെ നേതാവിൻ്റെതായ ബാല്യകാലമാണ് പറയുന്നത്, ചെറിയ കാലമാണ് പറയുന്നത്. അതാ ദിവസങ്ങൾ കഴിയാറായി. ആമിന ബീവിക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി. കരാറുണ്ടല്ലോ, കരാർ അവസാനിക്കാറായപ്പോ സാദിയാക്ക് വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത കരച്ചിലാണ് മുഅ്മിനീങ്ങളെ. ഇനി എങ്ങനെയാണ് ഈ ബാലനെ തിരിച്ചു കൊടുക്കുന്നത്? അവിടുത്തതായ മകളുണ്ട്, ഹലീമത്തു സാദിയാക്ക് ഒരു മകളുണ്ട്. ആ മകള് ഉറക്കെ പാടുമത്രേ, ഹാദാ അഖുല്ലി. വീട്ടുകാരെ, കുടുംബക്കാരെ, ഇതെന്റെ സഹോദരനാണ്. 6 വയസ്സുള്ളതായ പെങ്ങള് പാടുകയാണ്. മുഹമ്മദ് എന്ന് പറയുന്നതായ കൈക്കുഞ്ഞിനെ തന്റെ കൈവെള്ളയിൽ എടുത്തു വെച്ചുകൊണ്ട് താലോലിക്കുകയാണ്. എന്റെ നാട്ടുകാരെ, ഉറക്കെ പാടുമായിരുന്നു, ഇതെന്റെ സഹോദരനാണ്. ലം തലിദു ഉമ്മീ, എന്റെ ഉമ്മ പ്രസവിക്കാത്തതായ, എന്റെ ഉമ്മാക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തതായ, എന്റെ ഉമ്മായുടെ ഉദരത്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തതായ, എന്റെ ഉമ്മായുടെ ഗർഭപാത്രത്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തതായ ഇതെന്റെ സഹോദരനാണ്. ഇതിനെ ഞാൻ ആർക്കും കൊടുക്കൂല, ഇതിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അതാ അഹുല്ലി. സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കാലം, സഹോദരിമാരെ തിരിച്ചറിയാത്ത കാലമുണ്ടല്ലോ എന്റെ പെങ്ങളെ. അതാ പെങ്ങള് പാടുകയാണ്. ദിവസം എടുക്കാനായ ഹലീമത്തു സാദിയയുടെ നെഞ്ചിന്റെ വേദന മാറുന്നില്ല. ആ ഹലീമത്തു സാദിയയുടെ വേദന മാറുന്നില്ല. എങ്ങനാണ് ആമിന ബീവിയുടെ കരങ്ങളിലോട്ട് തിരിച്ചു കൊടുക്കുന്നത്? എങ്ങനാണ് ആമിന ബീവിയുടെ തൃക്കരങ്ങളിലോട്ട് ഈ അത്ഭുതത്തിന്റെ മാന്ത്രികമായ ശക്തിയെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്തിന് ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹ്. തിരിച്ചു കൊടുക്കുമ്പോ കനകക്കഥകൾ പോലെ, കനകത്തിന്റെ കണ്ണീര് പോലെ അതാ ചാലിട്ടൊഴുകുന്നതായ കണ്ണീരിന്റെ അതാ മഴത്തുള്ളികളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ളതായ, ഇന്ന് പെയ്തതായ മഴത്തുള്ളികളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ളതായ കണ്ണീരിന്റെ ചാലുകളാണ് ഹലീമത്തു സാദിയയുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയത്. സുബ്ഹാനല്ലാഹ്. എന്റെ പെങ്ങളെ, നിനക്ക് പൈസ ഇല്ല എങ്കിലും നീ നിയ്യത്ത് വെക്കണം. അല്ലാഹ്
മരിക്കുന്നതിന് മുമ്പേ അല്ലാഹുവേ അസ്റായീൽ എന്ന് എന്നെ മാടി വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മരിക്കണമെന്നില്ല, എൻ്റെ മക്കളുടെ കൂടെ മരിക്കണമെന്നില്ല. എൻ്റെ മക്കൾ മരിച്ചതിന് ശേഷം അല്ല, ഞാൻ മരിച്ചതിന് ശേഷമേ എൻ്റെ മക്കളെ മരിക്കാവൂ എന്ന് വാശി പിടിക്കുന്നവരോട് നിങ്ങൾ വാശി പിടിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീന കണ്ടിട്ട് മരിക്കണമെന്ന്. ആ പച്ചക്കുബ്ബ, മനോഹരമായ പച്ചക്കുബ്ബ ഒന്ന് കണ്ടിട്ട് നീ എന്നെ വിളിക്കണേ അല്ലാ എന്നുള്ളതായ നീയത്താണ് എൻ്റെ പെങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സമയം കുറവാണ്, നിർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിയുമ്പോ ഹലീമത്തു സഅദിയ ഈ അത്ഭുതമായ, ഈ അത്ഭുതകരനായ ഈ ചെറിയൊരു ശിശുവിനെ തന്റെ ഉമ്മയായ ആമിന ബീവിയിലോട്ട് ഏൽപ്പിക്കുകയാണ്. ആമിന ബീവിയുടെ കരങ്ങളിലോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴും വയസ്സ്, പ്രായം കുറവാണ്, ചെറിയ ഒരു മകനാണ്. അത്ഭുതങ്ങൾ തന്റെ വീടുകളിൽ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തതായ കളി, തന്റെ അടുത്ത അവസരം മക്കയിലെ നഗരത്തിലാണ്, മക്കയിലെ പട്ടണത്തിലാണ്, സിറ്റിയിലാണ്. മക്കയിലെ അറിയപ്പെട്ടതായ അബ്ദുൽ മുത്തലിബിന്റെയും അബൂ ത്വാലിബിന്റെയും നെഞ്ചകത്താണ് ഇനി അടുത്ത് ഈ പറയുന്നതായ അത്ഭുതകരനായ ബാലൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അങ്ങനെ അത്ഭുതകരമായി ജനിച്ചതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മൾ സ്നേഹിക്കണം. ആ പ്രവാചകന്റെ പേരിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് നന്മ നമ്മൾ ചെയ്യണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി ഇങ്ങനെ വരുമ്പോ, സുലൈമാൻ നബി ഒരു കഥയാണ്, ഒരു കഥയിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞതാണ്. സുലൈമാൻ നബി ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു ജീവി, അന്ന് പിന്നെ മൃഗങ്ങളും പക്ഷിപർവാദികളും സംസാരിക്കും. അങ്ങനെ ഒരു പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുകൊണ്ട് ഈ പക്ഷി ഒന്ന് തല താഴ്ച കൊടുത്തു. തന്റെ കൂട്ടുകാരിയായ മറ്റു പക്ഷി ചോദിക്കുകയാണ്, നീ എന്തിനാണ് സുലൈമാൻ കടന്നു വന്നപ്പോ തന്റെ തലയെ താഴ്ത്തിപ്പിടിച്ചെന്ന് ചോദിക്കുമ്പോ ഈ പറയുന്നത് പോലെ തല താഴ്ത്തിപ്പിടിച്ചതായ കുരുവി തന്റെ കൂട്ടുകാരിയോട് പറയുകയാണ്, ഞാൻ സുലൈമാനിനെ കണ്ട് തല കുനിച്ചതല്ല, ഞാൻ തല കുനിച്ചത് സുലൈമാൻ ഇട്ടിരിക്കുന്നതായ മോതിരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മോതിരം ഇട്ടുകൊണ്ട് മാത്രമാണ് സുലൈമാൻ കടന്നു വന്നപ്പോ ഞാൻ എൻ്റെ തലയെ ഞാൻ കുറച്ച് താഴ്ത്തിയതെന്ന് പക്ഷിപർവാദികൾ പോലും പിന്നെ സംഭാഷണം നടത്തിയത് ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഹബീബായ പ്രവാചകനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. അത്രമേൽ ഉത്കൃഷ്ടരായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിൻ്റെതായ അഖില നിഖില മേഖലകളിൽ രക്തങ്ങൾ വാരിട്ടൊഴുകുന്നത് പോലെ, ആ രക്തങ്ങൾ ചലിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഹബീബായ പ്രവാചകന്റെതായ ശരീരങ്ങളെയും ജീവിതത്തെയും മുബാറക്കായതായ ആ സ്വഭാവത്തെയും ജീവിതത്തിന്റെ മസ്തിഷ്കം പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചേർത്ത് പിടിക്കുവാൻ മുഅ്മിനീങ്ങളായ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ഈ റബീഉൽ അവ്വലിൽ എല്ലാ പിന്നെ ആഴ്ചയും ഒരു ഹിക്കായത്തും ഒരു ബൈത്തുമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് നമുക്ക് ഓതി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ റബീഉൽ അവ്വലിന്റെ വിവിധ പരിപാടികൾ റാഹത്തായിട്ട് നടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മൗലൂദ് ഓതിപ്പെട്ട ദ്വാരകല്ലേ